നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ കുത്തബ് മിനാറിലാണ്. കുത്തബ് മിനാറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡൽഹിയിലെ കാഴ്ചകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരാൾക്ക് 40 രൂപ ടിക്കറ്റാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ എൻട്രിയിലോട്ട് പോവുകയാണ്. നമ്മൾ മെട്രോ സെലക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. 200 രൂപയ്ക്ക് മെട്രോ കാർഡ് കിട്ടും. രാത്രി 12 മണി വരെ നമുക്ക് കറങ്ങാൻ പറ്റും. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ചുറ്റിക്കറങ്ങാം. വലിയ നല്ല എക്സ്പെൻസ്. ഓട്ടോ മിനിമം 150, 200, 250, 300 എന്ന് പറഞ്ഞ് ഇവന്മാർ നല്ല പിഴിച്ചിൽ പിഴിയും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഔട്ടർ വ്യൂ. ടിക്കറ്റ് എടുത്തിട്ട് റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്ത് ഇതാണ് എൻട്രിയിലോട്ട് കയറിയാൽ മതി. ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഫേമസ് കുത്തബ് മിനാർ. ധാരാളം ആളുകൾ കണ്ടിട്ടുണ്ട്. നല്ല നല്ല ചൂടുണ്ട് ഡൽഹിയിൽ. 40 ഡിഗ്രി ആണോ വൈജോണേ? 40 ഡിഗ്രിയുടെ മേളിലുണ്ട്. ഇപ്പോൾ നല്ല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ടുള്ളവരെ പിഴിയാന്നുള്ള പരിപാടിയാണ് മൊത്തത്തിൽ നടക്കുന്നത്. മലയാളികളുണ്ട് കേട്ടോ. ഞങ്ങൾ മെട്രോയിൽ കയറിയ സമയത്ത് കുറേ മലയാളികളുണ്ടായിരുന്നു. എന്നാലും കുറവല്ലേ. ഇതിങ്ങനെ കുറേ നമ്മുടെ മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിലല്ല ഇതെല്ലാം വന്നത്. ഇങ്ങനെ ഇഷ്ടംപോലെ ഇതേ സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ നല്ല അടിപൊളി ഭംഗിയുള്ള ആർക്കിടെക്ചർ ഇവിടെയുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാവരും ഇങ്ങനെ ഡൽഹി വന്നു കഴിഞ്ഞാൽ ഇത് മിസ് ചെയ്യാറില്ല. ചൂടുണ്ട് നല്ലപോലെ. 2 കുപ്പി വെള്ളവും പിടിച്ച് ഞങ്ങൾ നടക്കുക. അപ്പോൾ നമ്മൾ കുത്തബ് മിനാറിൻ്റെ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ മലയാളികളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഉള്ളിലെ ഒരു ഇൻസൈഡ് ഇങ്ങനെയാണ് വരിക. എല്ലാം ഏകദേശം കാലപ്പഴക്കം കൊണ്ട് ഇടിഞ്ഞ് തകർന്ന് നിൽക്കുക. കുത്തബ് മിനാർ മാത്രം കുഴപ്പമൊന്നുമില്ല. ബൗണ്ടറി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഫ്ലൈറ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫും നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. നല്ല പുത്തുമണികളാണ് കുത്തബ് മിനാറിലുള്ളത്. ആളുകൾ തീർത്ത് കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, നന്നേ ആൾ തീർത്ത് കുറവാണ്. ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ് ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇൻസൈഡ് ഒരു വ്യൂ ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ എല്ലാവരും വെയിൽ കാരണം മാറി മാറി പമ്മി പോയിരിക്കുക. തണലടിയിലോട്ടും അവിടെ ഇവിടെ എല്ലാം പോയിരിക്കുക. അതിൻ്റെ ബാക്കിലൊരു ചെറിയ ഗാർഡനുണ്ട്. ഇവിടെ ഒരു ചെറിയ മോസ്ക് പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. അവിടെ ഒരു ഗാർഡനുണ്ട്. നല്ല കുഴപ്പമൊന്നുമില്ല, അടിപൊളി. ഇതൊരു ഒരു ഒരു മോസ്ക് പോലൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് അതാണ്. എല്ലാം സാൻഡ് സ്റ്റോണാണ്. നല്ല കൊത്തുപണികളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സംവിധാനമാണ്. ഞങ്ങളിങ്ങനെ വെയിൽ കാരണം 2 മിനിറ്റ് ഇങ്ങനെ വിശ്രമിക്കാൻ കയറിയിരുന്നതാണ്. ഇതിൻ്റെ ഒരു മറ്റൊരു ഏരിയയാണിത്. ഇതിൻ്റെ തോമ്പിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇവിടെ നല്ല ഫോട്ടോയ്ക്ക് പറ്റിയ ഒരു ഏരിയ ഇത്. നല്ല ഫോട്ടോ, നല്ല തണലുണ്ട്, നല്ല ഫോട്ടോയ്ക്ക് പറ്റിയ ഏരിയ. അതാണ് അവിടുത്തെ ഗാർഡൻ. പിന്നെ ഇങ്ങോട്ടും കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് നല്ല രസമുണ്ട്. ഈവനിങ് ഒക്കെ ആണെങ്കിൽ കുറേ നേരം വന്നിരിക്കാൻ പറ്റും. ഇതാണ് ചെറിയ തോമ്പ്. കുത്തബ് മിനാറിൻ്റെ മറ്റൊരു വ്യൂ ആണ്. ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ കുത്തബ് മിനാറിൻ്റെ മറ്റൊരു സൈഡ് വ്യൂ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഇതേപോലെ സ്റ്റോൺ വെച്ചിട്ടുള്ള കല്ല് പാകിയ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അത് ഫ്രണ്ട് സൈഡിൽ തന്നെയാണ്. അവിടെ നിന്ന് എല്ലാവരും നല്ല സൂപ്പർ ഫോട്ടോ എടുക്കാൻ പറ്റും. എല്ലാവരും നല്ല സൂപ്പർ ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല സൃഷ്ടിപ്പാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ടൈപ്പ് കല്ലുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് രാജഭരണ കാലഘട്ടങ്ങളിൽ ഈ ടൈപ്പ് കല്ല് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ പഠിച്ചത് SMV ഹയർ സെക്കൻഡറി സ്കൂളിൽ. SMV ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്റ്റെപ്പെല്ലാം ഈ ഒരു ടൈപ്പ് കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടുത്തെ സ്റ്റെപ്പെല്ലാം ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. അടിപൊളിയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഓവർ വ്യൂ. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം സൗണ്ടാണ്. സെക്കൻഡ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു, ലാൻഡ് ചെയ്യുന്നു, ടേക്ക് ഓഫ് ചെയ്യുന്നു, ലാൻഡ് ചെയ്യുന്നു. ഇത് തന്നെ ഇവിടുത്തെ പരിപാടി. ഇതാണ് നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്നുള്ള ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ. നമ്മൾ കാണുന്ന പോലെയല്ല, നേരിട്ട് വന്ന് കാണണം. അതിൻ്റേതായ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കുത്തബ് മിനാറിനോട് ഒരു ബൈ പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോവുകയാണ്. ചെറിയൊരു ഓട്ടോയിലാണ് ഞങ്ങളുടെ യാത്ര. മെട്രോ വരെ ഓട്ടോയിൽ പോകും. അതിനുശേഷം അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോവുകയാണ് ചെയ്യുക.
ബെറ്റർ. അങ്ങനെ നമ്മൾ ഡൽഹി ജുമാ മസ്ജിദ് എത്തിയിട്ടുണ്ട്. ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഗേറ്റ് നമ്പർ 1 എത്തിയിരിക്കുന്നത്. ഗേറ്റ് നമ്പർ 1, ഗേറ്റ് നമ്പർ 2 അങ്ങനെ 3 ഗേറ്റ്സുകളുണ്ട്. ഗേറ്റ് നമ്പർ 1 ആണ് നമ്മൾ എൻട്രി ആകുന്നത്. ഇതാണ് നമ്മുടെ ഗേറ്റ് നമ്പർ 1ൻ്റെ എൻട്രി. അവിടെ ഫുഡ് കഴിക്കാൻ കയറി. കരിമുക്കയുടെ കടയിൽ കയറി നല്ലൊരു ബിരിയാണി അടിച്ചു. കരിമുക്കയുടെ ബിരിയാണി ഇവിടെ ഫേമസാണ്. മേളിൽ കയറി നോക്കാൻ തിരക്കുണ്ടോന്ന്. ടോപ്പിൽ കയറി നിൽക്കുമ്പോൾ ഇതാണ് താഴത്തെ അവസ്ഥ, കാഴ്ച. റിക്ഷാക്കാരെ കൊണ്ട് രക്ഷയില്ല. ഓട്ടോയും റിക്ഷാക്കാരും ഭയങ്കരമാണ്. അപ്പോൾ കയറി പോകുന്ന സ്ഥലത്ത് ഇതേപോലെ ഇഷ്ടംപോലെ ഐറ്റംസ് വിൽക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ജുമാ മസ്ജിദിൽ കയറുമ്പോൾ ചെരുപ്പ് ഇടണം. ഞാൻ ചെരുപ്പ് അബദ്ധത്തിൽ കയറി എന്നെ ഇറക്കി വിട്ട് ചെരുപ്പ് ഒഴിച്ചു. നല്ല വെയിലുണ്ട്. സമയം ഏകദേശം 3 മണിയായി. ഇതാണ് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഉൾഭാഗങ്ങൾ. അപ്പോൾ വെയിൽ കാരണം എല്ലാവരും ഇതേപോലെ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. കണ്ടോ, വെയിൽ കാരണം എല്ലാവരും നനലത്തിരുന്ന് റെസ്റ്റ് എടുക്കുക. ഫ്ലോറിന് നല്ല ചൂട്. അതുണ്ടോ, ഒരു മോൻ ഇവിടെ തുള്ളി ചാടിക്കൊണ്ട് പോകുന്നുണ്ടോ. അതിനിങ്ങനെ ചാടി പോവാ ചൂടെടുത്തിട്ട്. അപ്പോൾ ആളുകളൊക്കെ വളരെ കുറവാണ്. ഡൽഹി ഇപ്പോൾ കനത്ത സുരക്ഷാ വലയത്തിലായതുകൊണ്ട് അധികം ടൂറിസ്റ്റുകളൊന്നും ഇവിടെ ഇല്ല. ഇതാണ് ജുമാ മസ്ജിദിൻ്റെ ഇൻസൈഡ് കാഴ്ച. അവിടെ കുറേ പേരിങ്ങനെ വൊളു എടുക്കുന്നുണ്ട്. നമസ്കരിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വൊളു എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വൊളു എടുത്ത് പ്രാർത്ഥിക്കാൻ പോവാ. അപ്പോൾ ഇതാണ് ജുമാ മസ്ജിദിൻ്റെ അകത്തെ കാഴ്ചകൾ. അപ്പോൾ എൻ്റെ നമസ്കാരവും എൻ്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കുറച്ച് പേരിങ്ങനെ നമസ്കരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ പേരിങ്ങനെ വളരെയധികം റിലാക്സേഷനോടുകൂടി ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ജുമാ മസ്ജിദിൻ്റെ ഇൻസൈഡ് ഉൾവശം എന്ന് പറയുന്നത്. അതിൻ്റെ ടോപ്പാണ്. പിന്നെ ഇതിങ്ങനെ പോകുന്നു. അവിടെ വലിയൊരു വിളക്ക് തൂക്കിയിട്ടുണ്ട്. അങ്ങനെ ടൂറിസ്റ്റുകൾ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് വളരെയധികം റിലാക്സ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു ഡൽഹിയിലെ കുത്തബ് മിനാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ഡൽഹി ജുമാ മസ്ജിദ്. അതിന് റെഡ് ഫോർട്ടുണ്ട്. അങ്ങനെ കുറേയധികം സ്മരണകളുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഡൽഹിയിലും ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളിലുണ്ട്. ഇതേപോലെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഔട്ട്സൈഡ് ലുക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഔട്ട്സൈഡ് എന്ന് പറയുന്നത്. എല്ലാവരും വെയിൽ കാരണം ഇങ്ങനെ ഓരോ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നടക്കാണ് എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ളു കൊടുക്കുന്ന ഒരു ഹൗള്. പിന്നെ എൻ്റെ അത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ നല്ല തറക്ക് നല്ല ചൂടാണ്. ചെരുപ്പിടാൻ നടന്നാൽ കാല് പൊള്ളും. അവരുടെ എല്ലാം ബോധം പോയി കൊണ്ടുവരുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള മാർബിളാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഫ്ലോറെല്ലാം സംഭവം കൊള്ളാം. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളും വിശ്വാസികളും ഇതിൻ്റെ സെൻട്രൽ ഭാഗത്താണ്. ഇവിടെയാണ് തടിച്ചു കൂടുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ല തിരക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ടൂറിസ്റ്റുകൾ ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതാണ്. ലെഫ്റ്റ് സൈഡ് തൊട്ട് ഇങ്ങനെ ചുറ്റോട് ചുറ്റും കോട്ടയാൽ ബന്ധിക്കപ്പെട്ടതാണ് നമ്മുടെ ജുമാ മസ്ജിദ്. അതിൻ്റെ എൻട്രിയാണ് ഗേറ്റ് നമ്പർ 1, പിന്നെ ഗേറ്റ് നമ്പർ 2, പിന്നെ ഇവിടെ ഗേറ്റ് നമ്പർ 3. അങ്ങനെ പല ഗേറ്റ്സുകളുണ്ട് ഇതിൻ്റെ അകത്തോട്ട് കയറാനും ഇറങ്ങാനും. ഇതതിൻ്റെ ബാക്കി കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് മുകളിലോട്ട്. വന്ന് കാണുമ്പോഴുള്ള, അതായത് വീഡിയോ കാണുന്നതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് വന്ന് കാണുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പിന്നെ തപ്പി നടക്കുക എൻ്റെ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൽഹി ജുമാ മസ്ജിദിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്തുള്ള റെഡ് ഫോർട്ടിലോട്ട് പോവുകയാണ്. ഒരു റിക്ഷയിൽ കയറി ഓട്ടം വിളിച്ചത് അവൻ കംപ്ലീറ്റ് റോങ് സൈഡാണ് കയറി പോകുന്നത്. ഓപ്പോസിറ്റ് സൈഡ് പോകേണ്ടതിന് അവൻ ഈ സൈഡ് കയറി ഫുട്പാത്തിൽ കൂടെ കൊണ്ട് വിടുക.
അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച അതുകൊണ്ട് ഫോർട്ട് അവധിയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒന്നൊരുത്തം കൊണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ കൊണ്ട് വിട്ട് നമുക്കിട്ട് പണിയെന്ന് എൻ്റെ പൊന്നോ. ഇപ്പം അതിൻ്റെ ഫ്രണ്ടിൽ അത് കണ്ടോ, അവിടുത്തെ ഫ്രണ്ടിൽ കൊണ്ട് വിടാമെന്ന് പറഞ്ഞേക്കാം. അവിടെ പോയി 2 ഫോട്ടോ എടുത്തൊന്ന് ഫോട്ടോഷൂട്ട് ചെയ്തേക്കാം. ഇത് പല സിനിമയിലും ഉണ്ട് ഈ സംഭവം. ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് നമ്മുടെ റെഡ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര നീളമാണ്, ഭയങ്കരമാണ്. കിലോമീറ്റേഴ്സും ലെങ്ത് ഉണ്ട് സാധനത്തിന്, ഫോർട്ടിന്. കംപ്ലീറ്റ് റോങ് സൈഡാണ് കയറി പോകുന്നത്, കംപ്ലീറ്റ് റോങ് സൈഡ്. അപ്പുറത്ത് കൂടെ പോകേണ്ടത്, അതിന് ഈ സൈഡിൽ കൂടെ പതുക്കെ ചാല് പിടിച്ച് പോവാ. ഇതാണ് നമ്മുടെ ഏറ്റവും ഫേമസ് ആയ റെഡ് ഫോർട്ട്. ഇവിടെ ഇത്രയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇത്രയും കാണാൻ പറ്റുള്ളൂ. ഇതാണ് ഫുൾ ആൻഡ് ഫ്രണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട്. ചാന്ദിനി ചോക്കിൻ്റെ ഏറ്റവും അടുത്താണ് ഈ സംഭവം. ചാന്ദിനി ചോക്കിൻ്റെ ഏറ്റവും അടുത്താണ് ഈ സംഭവം. നല്ല തിരക്കുണ്ട് ഇവിടെ. ഈ റിക്ഷക്കാരാണ് മൊത്തം ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൽഹിയിലെ അടുത്ത ഡെസ്റ്റിനേഷനായ ഇന്ത്യ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം പോലീസുകാരാണ്. ടോട്ടലി കാണാം, ഫുള്ള് പോലീസാണ്. ഇവിടെ സ്ട്രിക്റ്റാണ് സംഭവം. ഭരണ സ്ഥിരാകേന്ദ്രമായതുകൊണ്ട് ഇവിടെ നല്ല പോലീസും സ്ട്രിക്ട്നെസ്സുമാണ്. ഞങ്ങൾ അവിടെ കുറച്ച് നേരം മരത്തണലിലൊക്കെ ഇരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രം നമ്മൾ കണ്ടത്. എവിടെയൊക്കെ സ്ട്രിക്റ്റാണ്. ഇവിടെ നിന്ന് ഫോട്ടോ പോലും എടുപ്പിക്കില്ല. ഞാൻ പിന്നെ അവരുടെ കയ്യേക്കാലം ഒന്ന് പിടിച്ചിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അമ്മ രക്ഷയില്ല. അവിടെ സെക്യൂരിറ്റി ഗാർഡുണ്ട്, അമ്മമാർ ഓടിക്കും. ഇപ്പോൾ ഇതിലെ ഒരു ആർമിയുടെ കോൺവോയ് ഇപ്പോൾ ഇതിലേ പോയതേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ കാഴ്ച. റോഡെല്ലാം വലിയ തിരക്കൊന്നുമില്ല റോഡിൽ. നമ്മൾ പല സിനിമയിൽ ഈ സംഭവം കണ്ടിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തൊന്ന് പോകണം. അപ്പോൾ നമ്മൾ ഡൽഹിയിലെ അടുത്ത ഡെസ്റ്റിനേഷനായ ഇന്ത്യ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം പോലീസുകാരാണ്. ടോട്ടലി കാണാം, ഫുള്ള് പോലീസാണ്. ഇവിടെ സ്ട്രിക്റ്റാണ് സംഭവം. ഭരണ സ്ഥിരാകേന്ദ്രമായതുകൊണ്ട് ഇവിടെ നല്ല പോലീസും സ്ട്രിക്ട്നെസ്സുമാണ്. ഞങ്ങൾ അവിടെ കുറച്ച് നേരം മരത്തണലിലൊക്കെ ഇരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രം നമ്മൾ കണ്ടത്. എവിടെയൊക്കെ സ്ട്രിക്റ്റാണ്. ഇവിടെ നിന്ന് ഫോട്ടോ പോലും എടുപ്പിക്കില്ല. ഞാൻ പിന്നെ അവരുടെ കയ്യേക്കാലം ഒന്ന് പിടിച്ചിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അമ്മമാർ രക്ഷയില്ല. അവിടെ സെക്യൂരിറ്റി ഗാർഡുണ്ട്, അമ്മമാർ ഓടിക്കും. ഇപ്പോൾ ഇതിലെ ഒരു ആർമിയുടെ കോൺവോയ് ഇപ്പോൾ ഇതിലേ പോയതേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ കാഴ്ച. റോഡെല്ലാം വലിയ തിരക്കൊന്നുമില്ല റോഡിൽ. നമ്മൾ പല സിനിമയിൽ ഈ സംഭവം കണ്ടിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തൊന്ന് പോകണം. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഇന്ത്യ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വളരെയധികം ആളുകളുണ്ട് കേട്ടോ. ഇന്ത്യ ഗേറ്റിൽ വളരെയധികം ആളുകളുണ്ട്. ഇവിടെ വെള്ളം കൊണ്ട് മറ്റേ ഗാർഡനിങ്ങും പരിപാടിയും നനയ്ക്കലെല്ലാം നടക്കുന്നുണ്ട്. ഞങ്ങൾ പതുക്കെ വരിക്കാരൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പതുക്കെ അകത്തോട്ട് പോവുക. ഇവിടെ നിന്ന് ഫോട്ടോയും ഷൂട്ട് ചെയ്താലേ കാര്യമുള്ളൂ. അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ഒരു സെക്കൻഡേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. നമ്മളിതോ അവിടെ നിന്ന് ഇതോ അങ്ങേയറ്റം കണ്ടോ, ഇതോ അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്തത്. ദെൻ ഇവ എൻ്റെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുത്തം നമ്മുടെ തേങ്ങ വിൽക്കുന്നുണ്ട് കേട്ടോ. कितना रुपये भैया एक पीस? 10 रुपीस एक पीस. കൊള്ളാം, 10 രൂപ. അഭി ആയേഗാ. ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ആർമി സ്ട്രിക്റ്റാ. അവൻ അടിച്ചുകൊണ്ടിരിക്കുക വിസിൽ. അവിടെ വണ്ടി നിർത്താൻ പറ്റിയല്ല. ഞങ്ങളപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഏറ്റവും അടുത്ത് കൂടെ പോവാം. അവന്മാർ ആർമി സമ്മതിക്കില്ല. കണ്ടോ, ഊട്ടിക്ക് ആർമിയുടെ കോൺവോ ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ, ഭയങ്കര സ്ട്രിക്റ്റാണ് ഇവിടെ. അതിൻ്റെ ഉള്ളിൽ വണ്ടി നിർത്തിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടുത്ത ദൃശ്യങ്ങൾ നമുക്ക് ഇത്ര മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പുറ സൈഡ് ഓക്കെയാണ്. ഭയങ്കര സ്ട്രിക്റ്റാണോ ഇവിടെ. ഡൽഹിയിലെ സെക്യൂരിറ്റി സ്ട്രിക്റ്റാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഫ്രണ്ടിലാണ്. അതിൻ്റെ പണി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പുറത്തൊരു പിക്ക് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതെല്ലാം ഭരണ സ്ഥിരാകേന്ദ്രങ്ങളായതുകൊണ്ട് നമുക്ക് പുറത്തെ കാഴ്ചകളും പുറത്തെ ഫോട്ടോകളും മാത്രമാണ് എടുക്കാൻ പറ്റുക. ഇവിടെ മെട്രോ സ്റ്റേഷനുണ്ട്. നമ്മുടെ ഏത് മെട്രോയാ?
ഇന്ത്യ ഗേറ്റ് മെട്രോ. ഇതാണ് ഇന്ത്യ ഗേറ്റ് മെട്രോ സ്റ്റേഷൻ. ആ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് പ്ലേസസിലാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം. അവിടെ അതിൽ പുതിയ പണിയെല്ലാം നടക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ എസ്കലേറ്ററിൽ പണിയെല്ലാം നടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ സംഭവങ്ങൾ. നല്ല ബ്യൂട്ടിഫുള്ളാണ്. നല്ല നല്ല അടിപൊളി കളറല്ലേ, നല്ല സൂപ്പർ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി കൊള്ളാം. നമ്മളിപ്പോൾ ഡൽഹിയിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പം ജസ്റ്റ് ഇവിടെ ചീപ്പ് റേറ്റാണ് സാധനങ്ങൾക്കെല്ലാം. ഞങ്ങളിതിപ്പോൾ ചാന്ദിനി ചൗക്കിൽ പോയായിരുന്നു. ചാന്ദിനി ചൗക്കിൽ പോയപ്പോഴും സാധനത്തിന് വില ചീപ്പാണ്, പക്ഷേ ക്വാളിറ്റി ഇല്ല. ഡ്രസ്സാണെങ്കിലും ശരി, ചെപ്പൽസ് ആണെങ്കിലും ശരി, വാച്ച്, അതുകൂട്ട് എന്ത് സാധനം ആയിക്കോട്ടെ, ഒന്നിനും ക്വാളിറ്റി ഇല്ല. അത് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു മേടിക്കാനൊരു മടി. നമ്മൾ പൈസയും പോകും. 2 ദിവസം കഴിയുമ്പോൾ ആ സാധനത്തിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് അത് അതിൻ്റെ വഴിക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു മടി കാരണം പിന്നെ അധികം പർച്ചേസ് ഒന്നും ചെയ്തില്ല. നമുക്ക് പൈസ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള സാധനം മേടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പിന്നെ ഇവിടെ ഒന്ന് രാത്രി ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു രാത്രി 10 മണിയായി. അപ്പോൾ ഏകദേശം എല്ലാം അടച്ച് പറക്കി പോവുകയാണ്. ആ റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിൽ പോയി നോക്കാം എന്തെങ്കിലും കാണുമെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ വൈകുന്നേരം എന്നാൽ ഒരു ജ്യൂസ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു ജ്യൂസ് കടയുടെ ഫ്രണ്ടിൽ വന്നു. ഏത് ജ്യൂസ് എടുത്താലും 50 അല്ലേ പോയിച്ചോനെ? 50 അല്ലേ? 50 ഏതെടുത്താലും. അപ്പോൾ മാംഗോ ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്, മൊസമ്പി ഉണ്ട്, പിന്നെ ഇവനിരിപ്പുണ്ട്. ഇവൻ്റെ പേരെന്താ മറന്നും പോയല്ലോ, കൊറോണ സമയത്ത് ഇരുന്നേ. പൊംഗ്രാനൈറ്റ്. പിന്നെ പഴം ഇരിപ്പുണ്ട്, പിന്നെ ബോട്ടിൽസും ഉണ്ട്. അപ്പോൾ ബോട്ടിൽസിനെക്കാട്ടിലും നല്ലത് എന്ത് വന്നാലും ജ്യൂസാണ്. ഇത് നേരത്തെ കാണിച്ച തെരുവ് തന്നെയാണ്, നല്ല വൃത്തിയാണ്. ഞാൻ 10 വർഷം മുമ്പ് 2015 ഡൽഹി വരുമ്പോഴും 25 ഡൽഹി വരുമ്പോഴും 2015 വരുമ്പോഴും 25 വരുമ്പോഴും 17 വന്നിട്ടുണ്ട്. ഒരു മാറ്റമില്ല ഇവിടെയൊന്നും. എല്ലാം ഇതേപോലെ തന്നെ കിടപ്പുണ്ട്. നഗരങ്ങളൊക്കെ ഇച്ചിരി വൃത്തിയായിട്ടുണ്ട്. ഭരണസ്ഥിരാ കേന്ദ്രങ്ങളൊക്കെ നന്നായിട്ടുണ്ടെങ്കിലും ബാക്കിയെല്ലാം എങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ല. വന്നവർക്കറിയാം. ഒറ്റ പ്രാവശ്യം എല്ലാം ഒന്ന് നടന്നു കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ പ്രാവശ്യം വരുമ്പോൾ സംഭവം സിമ്പിളാണ്, എളുപ്പമാണ്. അപ്പോൾ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്, ചാമ്പാം. മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.